ഗൈസ് അപ്പം ഞാൻ ഇന്നലെ ഇവിടെയാണ് കിടന്നത് ഗൈസ്. നോക്കിയ സ്ഥലം ഇവിടെ ഒടുക്കത്തെ മൂത്രത്തിൻ്റെ പഴമുണ്ട് ഗൈസ്. ആരൊക്കെ മുള്ളിയിട്ടിരുന്നത്. ഇത് തറയില്ല, തറ ഇവിടെ കേട്ടോ. ഞാൻ ഇച്ചിരി മുകളിലേക്ക് കയറി കിടന്നു. ഇപ്പം രാവിലെ ഏകദേശം ഒരു 6-7 മണി ആയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ തുറക്കും. ഇവിടെ നിന്നിട്ട് പോവാം. തുണി വിരിച്ച് അങ്ങനെ കിടന്നുറങ്ങി. അയ്യോ, ഇവിടെ എങ്കിലും കിട്ടിയത് ഭാഗ്യം. അപ്പം പേടിയിട്ട് പോട്ടെ ഗൈസ്. ഗുഡ് മോർണിംഗ്. ഈ സിറ്റിയിൽ കിടക്കാൻ വലിയ പാടാട്ടാ. ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നതാണ് മച്ചാരെ. പണ്ടാറ് കിടക്കാനായിട്ട് മറ്റേ ഓഫീസ് ഏതാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു തരുമാണ് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. നോക്കട്ടെ കണ്ടുപിടിക്കണം. ഇപ്പോൾ അസൈലത്തിൻ്റെ സ്ഥലത്തിരിക്കുന്നത് മച്ചന് ഇവിടെ നോയ്സിന് ഒരു മച്ചനെ പരിചയപ്പെട്ടു. ബ്രസീലിൽ നിന്നാണ് ആള്. My name is Rafael from Brazil. And he's traveling around. He's a wonderful person now. സോറൻറ്റോക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് ഗൈസ്. ഇവിടെ നമ്മളെ പോലുള്ള കളറുള്ള സ്കിറ്റുകളൊക്കെ പെൺപിള്ളേരൊക്കെ ഒരുപാട് വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്ലബിലൊക്കെ പോയി നൈസ് മൂടാക്കിയതാണ് ഗൈസ്. What's your name? Rafael. I'm from Brazil, but I believe here in Italy for 9 years. Oh, wonderful. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കാറ്റസിൻ്റെ അവിടെ ഒക്കെയാണ് ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പേപ്പറൊക്കെ റെഡിയായി, എല്ലാം റെഡിയായി മച്ചാനെ. ഇപ്പോൾ രാന്തി പിടിച്ച് ഒരാഴ്ചത്തോളം കിടന്നെങ്കിലും എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, അടുത്ത പരിപാടിയൊക്കെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടന്മാരെ മീറ്റ് ചെയ്യുക എല്ലാവരും. ഗൈസ് സേ ഹായ്. ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഏജൻസി ഉണ്ട് ഇവിടെ. സാന്റമറിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചിലപ്പോൾ ഒരു പണി സെറ്റായി കഴിഞ്ഞാൽ 1 മാസം പഠിക്കാമല്ലോ. ഗൈസ്, ഞാനിവിടെ ഒരു സുന്ദരി പെൺകുട്ടിയും അവളുടെ ഇവിടെ ഒരു സുന്ദരി പട്ടിയും കണ്ടു. എന്നാണ് ഈ കുട്ടിയുടെ പേരുണ്ടോ. ഇത് ക്യാപ്ചർ ചെയ്യുന്നത് വേറൊരു കുട്ടിയാണ്. പട്ടിക്കുട്ടി. നമ്മളിപ്പോൾ പണിയിട്ടിട്ട് പണിയുടെ ഇതിൽ ഇങ്ങനെ ഇരിക്കാനാണ്. അപ്പോൾ ഒരു കുട്ടീനെ കണ്ടപ്പോൾ ഇങ്ങനെ വളക്കാൻ നോക്കിയ, പക്ഷെ അവൾക്ക് അത് ഓൾറെഡി സെറ്റുണ്ട്. മോനെ അങ്ങനെ ഏജൻസി പോയിട്ട് അവിടെ വായം പൊളിച്ച് കുറേ നേരം ഇടുന്നത്. ഇറ്റാലിയൻ ഭാഷ അറിയാണ്ട് ഒരു രക്ഷയില്ല. നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടാ, അത് നമ്മുടെ വ്യൂവേഴ്സിനുള്ളത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സുധൻ ചേട്ടനെ പരിചയപ്പെട്ടു. ഞങ്ങൾ ഇവിടെ ഇരിക്കാനായിരുന്നു. പുള്ളി 4 വർഷത്തോളം ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും, പുള്ളിക്ക് കെയറിൻ്റെ വർക്കായിരുന്നു. ഇപ്പോൾ പുതിയൊരു വർക്കിലോട്ട് കയറാനായിട്ട് ഇങ്ങനെയാണ്. എന്തായാലും ഇവിടുത്തെ അവസ്ഥ കേട്ടോ. നമ്മളിവിടെ ഞാനൊക്കെ ഇവിടെ കയറി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, ഒരു 4 കൊല്ലം കൊണ്ട് പിടയ്ക്കുക, കോടികളുണ്ടാക്കുക, പോവുക. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയണല്ലോ കേട്ടോ. എൻ്റെ പൊന്നെ, എന്താ പറയുക, ഓരോരുത്തരും ഇങ്ങനെ കയറി വരുമ്പോഴേക്കാ ഇവിടെ ആരെങ്കിലും ഉള്ള ഏജൻസിക്കാർ പറയണമെന്ന് കേൾക്കല്ലേ. ഇവിടെ ആരെങ്കിലും പറയുന്ന ആൾക്കാർ, ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണേണ്. എവിടെയോ എങ്ങോടോ എന്നറിയാത്ത രീതിയിലൊരു നടപ്പ് അല്ലേ ചേട്ടാ. അപ്പോൾ വർക്കാവണവരും ഇങ്ങനെ ചെയ്യണം. എനിക്കെന്തായാലും ഈ അടുത്തൊന്നും വർക്കാണല്ല. ചേട്ടന് പിന്നെ ഇറ്റാലിയൻ അറിയാവുന്നതുകൊണ്ട്, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സീനില്ല.
അല്ല അവർ വന്നു കഴിഞ്ഞാൽ വർക്കായി തരുള്ളൂ. ആണോ? അവരിപ്പോൾ രണ്ടുപേരെ ഞാൻ പോയ വർക്കിനാണ് അവർ രണ്ടുപേരെ വിട്ടില്ലേ. ആ, അപ്പോൾ നീ ആലോചിച്ചൊക്കെ ആ വർക്കിൻ്റെ സ്ട്രെയിൻ എത്ര ഉണ്ടാവും. ഞാൻ ഒരാൾ ഒരു ദിവസം എടുത്ത വർക്ക് അവർ രണ്ടാളെ പോയി. അപ്പാപ്പ മണിയാണ് ഇവിടെ ഇറ്റലിയിൽ കിട്ടാമെന്നുള്ളത്. കാർഡാണെങ്കിൽ കിട്ടത്തില്ല, ഒരു 5 വർഷം കഴിഞ്ഞാലും ഭാഗ്യമുള്ളവർക്ക് കിട്ടും അല്ലേ? അതല്ലേ അവസ്ഥ. അപ്പം അങ്ങനെ കാര്യങ്ങൾ കഴിച്ച് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കണം ഒരു ഗ്രൗണ്ടോ പാർക്കോ. എനിക്ക് അതിനും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഒരു ബാത്റൂമിൽ പോകണം, അതിനൊരു കുഴപ്പമില്ല. നോക്കി നോക്കട്ടെ. വെള്ളമല്ലേ? ആ, ഓക്കെ ഗൈസ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നു. വാങ്ങിയാൽ കോഫി വാങ്ങി അവിടെ ബാത്റൂം ഉണ്ടോ? മച്ചാനെ നമ്മുടെ ബാഗൊക്കെ എടുത്ത് നമ്മൾ ആ ഏജൻസിയുടെ അവിടെ അകത്ത് വെച്ച് അത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും റോഡിൽ പോയി കിടക്കാനുള്ള പരിപാടിയിൽ ഇറങ്ങി. സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് പോയി കിടന്നുറങ്ങാനുള്ള മൂഡിൽ ഇങ്ങനെ അടക്കമാണ് ഗൈസ്. ലിറ്ററല്ലേ മുടുക്കത്തെ ദൂരം. സോ ഇനിയിപ്പോൾ നോക്കട്ടെ, രാവിലെയും കൂടി പണി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളിവിടെ നിന്ന് ഇറങ്ങണ ഇത് ടെങ്കർ സ്ഥലം. ഒരുപാട് കള്ളന്മാരുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടുന്ന് പോട്ടെ. ഞാൻ എന്നെ പുറത്താക്കി ഗൈസ്. Thank you. Sorry, is there any safe places like to stay? Because I was robbed. No, close it. All these areas closed. What about there? There, that's it. No, thank you. സോ ഞാൻ പുറത്താക്കി ഗൈസ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇനിയിപ്പോൾ എവിടെ കിടക്കണമെന്ന് അറിയില്ല, എൻ്റെ ദൈവമേ അറിയില്ല ഗൈസ്. അങ്ങനെ അതുമായി ഗൈസ് എന്നെ അവിടെ നിന്ന് പുറത്താക്കി വെച്ചാല് റെയിൽവേ സ്റ്റേഷനിൽ ഇത് 12 മണിയായപ്പോൾ അടച്ചു തന്നിട്ട് ടിക്കറ്റില്ല തന്നിട്ട്. ഞാൻ പറഞ്ഞു ഈ പുറത്തുവത്തെ കള്ളന്മാരാണ് ചേട്ടാ, പോലീസുകാരാ, എന്നെ ഇവിടെ തന്നെ നിർത്തിക്കൂടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു രക്ഷയില്ല മച്ചാനെ, പുറത്താക്കിയവരും പാണ്ടാറോടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, അതാണ് റെയിൽവേ സ്റ്റേഷൻ, നേപ്പാളി സെൻട്രൽ മാങ്ങാത്തൊലി. ഈ ബാറാക്സിൻ്റെ ഇപ്പുറം കിടക്കാൻ പോകുള്ളൂ. എൻ്റെ ഇവിടെ ഒരു ലോഡ് ആൾക്കാർ കിടപ്പുണ്ട് ഗൈസ്. കണ്ടോ, ഞാനും ഇതാ പക്ക ഇവരുടെ കൂടെ ഒരു അംഗമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അത് സെറ്റ് അടിക്കട്ടെ. എന്നിട്ട് ഹായ്. No video, no. ആ, രണ്ട് ഡ്രഗ് അടിക്കണ പെടലന്മാർ വിൽക്കണ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒടുക്കത്തെ കമ്പനി. ഞാനവിടെ ടെറിട്ടറി കളിക്കലൊക്കെ പോലെ നമ്മളിവിടെ സാധനമൊക്കെ അടിച്ച് കുത്തി കയറ്റുന്നുണ്ട്. അകത്തോട്ട് കയറട്ടെ ബാഗിൻ്റെ, എന്നിട്ട് കിടന്നുറങ്ങാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൈ ഡിയർ ഹോളിമേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളോട് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെന്താപ്പാ, അപ്പോൾ റെഡി ഗൈസ്. എല്ലാവരുടെയും കൂടെ ഞാനിവിടെ കിടക്കുക. മലയാളി രാജ്യം ഓൺ ദ സ്ട്രീറ്റ് ഗൈസ്, ഓൺ ദ തെരുവുകൾ. നെപ്പോളി ഇറ്റലി തെരുവുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയായിരുന്നു ഇവിടെ കിടക്കുന്നത്. എന്നിട്ട് സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്ന് അടിക്കാനോ പിടിക്കാനോ വന്നു കഴിഞ്ഞാൽ നേരെ പിടിച്ച് ചവിട്ടി കൂട്ടിയിട്ട് ഫസ്റ്റ് ട്രെയിൻ പിടിച്ച് നാട് വിടാം, അടുത്ത സ്റ്റേറ്റ് അടുത്ത ഡിസ്ട്രിക്റ്റിൽ പിടിക്കാം. അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഗുഡ് ബൈ മച്ചാനെ. ഗൈസ് അടിച്ചു നീട്ടുന്നുണ്ടോ മഴ ഗൈസ്, നോക്കികള്. ഒടുക്കത്ത മഴ. കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒഴുകി ബാഗിൽ മൊത്തം നനയും. മുകളിൽ ഷെഡുണ്ട്, പക്ഷെ അറിയില്ല. ഒടുക്കത്ത മഴ, ഇടിമിന്നലും ഉണ്ട്. മാങ്ങത്തൊലി. വീടും കൂടി ഒന്നുമില്ലാത്തവർ ഈ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുമാവോ? ഒടുക്കത്ത മഴ, അവിടെ കിടക്കാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യും? ഏതൊരു പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം.
ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു ടൈമായിരുന്നു. അന്ന് രാവിലെ വരെ ഉറങ്ങിയില്ല. രാവിലെ തന്നെ നൈസിട്ട് കള്ളോട്ട് കയറി അപ്പുറത്തെ ഒരു സ്ഥലത്തോട്ട്, മെയിനായിട്ട് നമ്മുടെ സുധൻ ചേട്ടൻ നിൽക്കണ ആ ജോലി ടാസായതുള്ള സ്ഥലത്തോട്ട് പോയി. കള്ളവണ്ടി കയറിപ്പോയി, ഉറങ്ങിയില്ല, തലക്ക് വട്ട് പിടിച്ച് ഭ്രാന്തായി പോയി. അന്ന് മഴയും കൂടി ചെയ്തായിരുന്നേ. പിന്നെ നേപ്പാൾ സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ് മച്ചാനെ. എന്താ പറയാ, അവിടെ കള്ളന്മാരും കൊള്ളക്കാരും മാഫിയും എല്ലാ പരിപാടിയാണ്. ആൾക്കാർ തോക്കും കൊണ്ട്, ഞാൻ കേട്ടേക്കണാണ്, തോക്കും കൊണ്ടൊക്കെ വന്നിട്ട് ഒരു 3-4 പേര് വന്ന് നമ്മുടെ സാധനങ്ങൾ എല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോകുന്ന ടീമുകളാണ്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനായിട്ട് വേറെ മൂഡ് പിടിക്കാനാണ്, വേറെ മൂഡിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് രാവിലെ ഇപ്പം ഞാൻ നിൽക്കണ വേറൊരു സ്ഥലത്താണ്. ഇതൊക്കെ വരുന്ന വീഡിയോയിൽ നിങ്ങൾ കാണും. ഒരു മലയുടെ പൊക്കത്ത് ഒരു ക്ലൗഡാണ് കേട്ടോ. ഫോളോ ട്രെയിനല്ലേ എപ്പോഴേക്കും നമ്മൾ 2-ാം ദിവസം മറ്റേ സാധനമൊക്കെ ഇടിച്ച് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കണക്കിന് കിളിയൊക്കെ പൊക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ പഴയ സ്ഥലത്ത് തന്നെ ഫുഡ് അടിക്കാൻ വന്നിരിക്കുന്നതിന് കേസ്. സുധൻ ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പയ്യെ എന്തായാലും തെറിക്കും. അപ്പോൾ പുള്ളിക്കിന്ന് ശരിക്കും ഒരു വർക്ക് സെറ്റായി. പക്ഷേ ഏതൊരു പെണ്ണ് ഇടയിൽ കയറിയിട്ട് പാര വെച്ച് ഇനിയിപ്പോൾ പിന്നെ വെയിറ്റിംഗ് തന്നെ ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത പ്ലാൻ. ഫാസ്റ്റിംഗ് ഗൈസ് ഞങ്ങളിവിടെ കഴിച്ച് ഇവിടെ ഇരിക്കുക. പിന്നൊരു മധുരം ഉണ്ടോ അപ്പോൾ ആന്റോണിയോ കള്ളവണ്ടി കയറാനായിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ മാർച്ച് ചെക്കിങ് ആയിരുന്നു, അതുകൊണ്ട് നടന്നില്ല. അപ്പോൾ സൈഡിൽ കൂടി നടന്നപ്പോഴാണ് ഈ നൈസൊരു പുൽക്കൂട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ചർ എടുത്താന്ന് വെച്ചാൽ വേറെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഇവിടെ ഒന്നും ഒരു രക്ഷയില്ല മച്ചാനെ, ചവിട്ടി കയറാനായിട്ട് എല്ലായിടത്തും കിറുക്കം വരട്ട്. അപ്പോൾ പിന്നെ നേരെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനൊരു സ്ഥലം പറഞ്ഞുണ്ട്. നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ 6:15 പരിപാടി ഉണ്ട്, അത് കയറി പിടിക്കാൻ വെച്ചാൽ ഓക്കെ. ഇവിടെ നടക്കണ് എന്തൊക്കെ സ്ട്രഗിളിങ്ങുള്ളു. അയ്യോ പക്ഷെ ഇതൊക്കെ ഒരു മൂടല്ലേ. കഥകൾ പറയാനായിട്ട് ഇതുപോലെ റിസ്കുകൾ എടുത്താലേ ശരിക്കും കഥ ഉണ്ടാവുള്ളൂ. സേഫ് സോൺ കളിക്കുന്നവന് പറയാനൊരു സേഫ്റ്റി കഥയേ ഉണ്ടാവുള്ളൂ കേസ്. ത്രില്ലിങ് കാര്യങ്ങൾ ചെയ്യാൻ എലിപോട്ടൊക്കെ മുടി വേള് വേണോ, ഷേവ് ചെയ്യണ കത്തി വേണോ, പോക്കറ്റ് ടൈപ്പ് വേണോ, എന്ത് കുന്തം വേണമെങ്കിലും തരും ഗൈസ്. അതാണ് ഈ കട. ഇവിടെ നോക്കില്ലെങ്കിൽ ബട്ടർഫ്ലൈ, വേറെ ബോർഡ്, പല തരം സാധനങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഹാൻഡിയാണ് ഭയങ്കര. ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ. വേറെ മുടി ഒരു പാവം അയ്യോടാ പോകാനുള്ള എന്ത് രസല്ലേ ഗൈസ്. സ്വന്തമായി പണ്ട് ഒരു പബ്ജി കളി പ്രാന്തരായിട്ട് വട്ട് പിടിച്ച് രാത്രി ഞാൻ മറ്റേ ഒച്ചയൊക്കെ ഉണ്ടാക്കരുത്, കൊല്ലി അച്ഛനമ്മയൊക്കെ എണീറ്റ് എടാ ഞാൻ നിന്നെ ചവിട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പനമ്മയൊക്കെ കാട്ടായ അമ്മതൊരു സീനായിരുന്നു. എടുത്ത് നോക്കിയടാ ഈ ഷോപ്പിൽ കുറേ ഡൂപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. പക്ഷെ ഒറിജിനൽ ഉണ്ട് കേട്ടോ. 200 യൂറോ. നല്ല കിഡിലോസ്കി വടിവാള് 20,000 രൂപ ഏകദേശം. പക്ഷെ അതൊന്നുമല്ല, പബ്ജിയുടെ താരോട്ട് വെച്ചാൽ കൂടെ അതേ സ്കോപ്പ് നോക്കി 8x 6x 4x പിന്നെ നൈറ്റ് വിഷൻ ഗൂഗിൾസ്, അങ്ങനെ പല സാധനങ്ങളും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമ്പും വില്ലും ഒക്കെ ഉണ്ട് കേട്ടോ വെച്ചാൽ വേറെ മൂട്. പിന്നെ കത്തിയുടെ കാര്യം പറയണ്ട, ബട്ടർഫ്ലൈ തൊട്ട് ഷേവിങ് സെറ്റിൻ്റെ കത്തി വരെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉണ്ടോ റെയിൻബോ മൂഡ്, നൈസ് മൂടല്ലേ. ഈ AKM നിൽക്കണം നല്ല പൂജയാണ്.
കറക്റ്റ് MKൻ്റെ കൊണ്ടിൻ്റെയും ഇതേ ടാക്ടിക്കൽ മൂഡ് വെച്ചാണ്. മറ്റേ അണ്ടർ വാട്ടർ കുത്തണ സാധനം ഉണ്ടാ, ഇതൊക്കെ ലോഡ് ചെയ്ത് വെച്ചേക്കണാണ്. എല്ലാം വിട്ടുപോയാൽ ₹1, വെറും ₹1. അതിൻ്റെ വില ശരിക്ക് അറിയുന്നൊരു നിമിഷമാണ് വെച്ചാനിപ്പോൾ. ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ₹1 വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, പക്ഷേ ആൾക്കാരെല്ലാവരും വിളിച്ചിട്ടേ ആരും വിളിച്ചിട്ട് കിട്ടണില്ല. ഇപ്പോൾ കിട്ടി, സെറ്റായി. പക്ഷേ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇത് ചെയ്യാനേ കള്ളവണ്ടി കയറാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നവർ വിചാരിക്കും, എന്നെ പരിചയമുള്ളവർ വിചാരിക്കും എനിക്ക് അതിനുള്ള ഇതില്ലേ, വീട്ടിലില്ലേ, അതില്ലേ. എടാ ശരിയാണ്, പക്ഷെ ഇത് എൻ്റെ ലൈഫിൻ്റെ ഒരു എന്തോ ഒരു വേറെ അവസ്ഥയിലേക്കാണ് ഞാൻ. അത് ആരോടും ചോദിക്കാൻ പറ്റില്ല എനിക്ക്. ഫൺസാനേടാ അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പം നൈസിൽ പിടിക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും പിടിച്ച് ആ സൊറൻറ്റോ എന്ന് പറയുന്ന സ്ഥലം വരെ എത്താമെന്ന് വെച്ചാൽ. അപ്പം ഇതാണ് ഗൈസ് ട്രെയിൻ. സൈഡിൽ ട്രെയിനിൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ടാകണം, പല പല തരം ഡിസൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് ചെയ്യും. ഇവിടെ കിടന്ന് വെച്ചുണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പിന്നെ സെറ്റ് ചെയ്യാത്തത്. ഓക്കെ ഗൈസ്, സോ ചുക്കുത്തി വേണ്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ ഇടക്ക് നിൽക്കുന്നു, ഇടക്ക് തുടങ്ങുന്നു, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടണലിൽ നടുക്ക് വെച്ച് അങ്ങനെ സ്റ്റോപ്പ് അടിച്ചു. ഇപ്പോൾ പിന്നെ ചാടി തുടങ്ങിയുണ്ട് കേട്ടോ. എല്ലാവരും പേടിച്ച് അയ്യോ എന്താ ഗൈസ് അപ്പുറം കാണണ്ടെന്നറിയില്ല, പക്ഷേ നമ്മുടെ ട്രെയിൻ സ്റ്റക്കാണ് ഗൈസ്. അയ്യോ അതേ ടണലിൽ നടുക്ക് വെച്ച് നിർത്തിട്ടേക്കണ്. ഇവനെന്താ മൂഡ്? ഇതൊക്കെ ഏത് സ്ഥലമാണ് വെച്ചാണ് നല്ല വൈബ്. മലപ്രദേശം മറ്റേ മൂന്നാർ മൂട് കേട്ടോ. നല്ല ഡെപ്തിൽ താഴോട്ടൊക്കെ വഴിയുണ്ട്. ഇത് പിന്നെയും നമ്മുടെ ട്രെയിൻ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കണം. ഞാൻ അപ്പുറത്തെ സൈഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പുറത്ത് നിങ്ങൾക്ക് കടൽ കാണാൻ പറ്റും. ലൈക്ക് ഇവിടെ തന്നെ നമ്മുടെ മൂന്നാറൊക്കെ ഉള്ള പോലത്തെ ഒരു നൈസ് മൂഡിലാണ് ഗൈസ് ഇവിടെ ഇരിക്കണം. അങ്ങനെ നമ്മിട്ട് ഇടങ്ങേർത്തി വണ്ടിയിൽ ഇടക്കിടക്ക് നിന്നിട്ടാണെങ്കിൽ നമ്മളിവിടെ ലാസ്റ്റ് എത്തിയട്ടാ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളിവിടെ എത്തുമെന്ന് കറക്റ്റായിട്ട്. അയ്യോ മൊത്തം ഇരുട്ടായി തുടങ്ങി വെച്ചാൽ ഇതേ അപ്പുറത്ത് വേറെ തീവണ്ടികന്മാരൊക്കെ കണ്ട് പേടിക്കുമല്ലോ മിക്കവാറും. അപ്പം അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള പോക്കായിരുന്നു ഈ തീവണ്ടി. ഇടക്കിടക്ക് നിൽക്കുമ്പോൾ ഇടക്കിടക്ക് ചാടും, ഇടക്കിടക്ക് നിൽക്കും. മറ്റേ നമ്മൾ കട്ടറിട്ട റോഡിൽ കൂടി എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ട് സാധനം പോകില്ല, അതുപോലെ ബും 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മച്ചാനെ. അപ്പോൾ ഇതാണ്ട് മൂടി ഇവിടുത്തെ സ്ഥലം നോക്കി നിങ്ങൾ, മൊത്തം ക്ലൗഡിയാണ്. അത് നമ്മുടെ സിസിലി എന്ന് പറയുന്ന സ്ഥലം, അതായത് മാൾട്ടയുടെ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു കൊടുങ്കാറ്റ് സ്റ്റോം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ഇതുണ്ട്, മഴക്കാലമുണ്ട്. പണ്ടാർത്തിയുടെ ഒരുത്തൻ്റെ പാട്ടുപാടി നടന്നു പോണ്. ഇത് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടോ? മിക്കവാറും നമ്മൾ അത് തന്നെ ഇരിക്കും പരിപാടി. നോക്കാം, അടിപൊളി പരിപാടിയാണ്. ലൈക്ക് ഒരു ഗിറ്റാർ വേണം മച്ചാനെ, എങ്ങനെയും ഉപയോഗിക്കണം ഒരു ഗിറ്റാർ. യുക്കിലിലി മതി, യുക്കിലിലി സെറ്റ് ചെയ്തിട്ട് ആ സെയിം പരിപാടി നമുക്ക് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു നമുക്ക് വേണ്ട ടിക്കറ്റ് എടുക്കാനുള്ള പൈസയെങ്കിലും കിട്ടും, ചില്ലറ. ഹൗസ് മൈ ഐഡിയ. ഓക്കെ, കുറേ പ്ലാനൊക്കെ ഉണ്ട് വെച്ചാലേ നമുക്ക് പരിപാടി സെറ്റ് ചെയ്യട്ടെ. കൈയൊക്കെ നല്ല മൂടല്ലേ എടാ. നേപ്പിൾസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ സ്വർഗം കിട്ടിയ പോലെ, എന്തൊരു വൈബാടാ. നോക്കി നിങ്ങള് മാതിരി മ്യൂസിക്കും ശാന്തതയും. ദൈവത്തിൻ്റെ ഇവിടെ പാട്ടൊക്കെ പാടിയിരിപ്പുണ്ട് വെച്ചാൽ നല്ല വോയിസ് ഉണ്ട്. രസടാ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ പാടിയവനവിടെ വൈബായിട്ട് എല്ലാവരും. നമുക്ക് തന്നെ പരിപാടി
പക്ഷേ അത്ര എക്യുപ്മെൻറ്റ്സ് ഇല്ലെങ്കിലും നമ്മളുള്ള വെച്ച് പൊളിക്കുന്നതാണ് ഗൈസ്. വാലേറ്റ മാൾട്ടയിലെ വാലേറ്റ കൂടിയൊക്കെ നടക്കും എന്നുള്ളൊരു വൈബുണ്ട് ഇവിടെ. Finally it's like feels more peaceful, beautiful and everything. Buonasera എന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിങ് ഗൈസ്, ഗുഡ് ഈവനിങ്. Buonasera my dears. So ഇതിവിടെ വൈബ്, ഒരുപാട് സുന്ദരികളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ വലയിട്ട് പിടിക്കേണ്ടതാണ് ഗൈസ്. ആദ്യം ഒന്ന് കുടിച്ച് മെനവിടെ, കുടിച്ചിട്ട് 4 ദിവസമായി. അങ്ങനെ ഗൈസ്, ഓ മാൻ, ഇതേ അവിടെ മുകളിൽ ഞാൻ ഒരു മല കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മേ ബി അവിടെ നമുക്ക് നൈസ് ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ലെറ്റ്സ് സീ മൈ ഡിയേഴ്സ്, ലെറ്റ്സ് സീ. നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. ബാക്കിയൊക്കെ കുറേ പേരിങ്ങനെ നോക്കണ്ട്, പിന്നെ ആരുടെ വരുന്നുള്ള മൂഡിൽ. അതാ പെണ്ണ് പറഞ്ഞിട്ടുണ്ടോ, എന്തൊരു ക്യൂട്ടടാ man. Such a beautiful place here. Okay. നമ്മള് ട്രെയിനിൽ കണ്ട വച്ചാനാണെന്ന് തോന്നുന്നു. ഇതിവിടെ മറ്റേ ഹാർമോണിയൊക്കെ വെച്ചിട്ട് നൈസ് പാട്ടൊക്കെ പാടിയിരിപ്പുണ്ട്. ചില്ലറിട്ട് കൊടുക്കാൻ ചില്ലറില്ലാത്തോണ്ട് നമ്മളൊന്നും ഇട്ട് കൊടുക്കത്തില്ല, കയ്യടി മാത്രം വെച്ചാല്. നേപ്പിൾസിന്റെ അതൊക്കെ മാറി വേറൊരു വൈബിടോ. ഹിപ്പി സ്റ്റൈൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പള്ളിയാണെന്ന് തോന്നുന്നു. ഇനിയുടെ വേറെ കൈകൊട്ടിപ്പാട്ടും മറ്റേ ടാപ്പ് ഡാൻസ്. എന്താ ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് ഇങ്ങനെ കാഴ്ച. ഇവിടെ ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ടോ. അയ്യോ, ഇതൊരു കിട്ടു ജിമ്മ. കിടിലൻ ബീച്ച് ഡ്രസ്സുകളും ഇവിടെ വൈബേ മാറിപ്പോയി എൻ്റെ ഇവിടെ എത്തിയപ്പോൾ. ഏതോ ഒരു വില്ലാണ്, നല്ല രസമല്ലേ വെച്ചാ. ഇവിടെ ക്യാമ്പിംഗ് എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. നൂബഡി അറേജൻഡോ വില്ലേജ് ക്യാമ്പിങ്. ടെൻ്റ് ഉണ്ട്, കാരവാൻ ഉണ്ട്, ഹൗസ് ഉണ്ട്. വെള്ളത്തിൽ ബോട്ടായിരിക്കും ഉദ്ദേശിച്ചതെന്ന് വെച്ചാനെ, പക്ഷെ പൈസ കൊടുക്കണോടാ അവിടെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ. നടപടി ഇല്ലേ, അടുത്ത സ്ഥലം പിടിക്കാം. നമ്മളിപ്പോൾ നടന്നല്ലേ ഇത് അവിടെ നിന്നാണ് വന്നത്. ആ ലൈറ്റൊക്കെ കാണണം, മെയിൻ സ്ഥലം കണ്ട. അവിടെ നിന്ന് നടന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നുണ്ടാവും. ഇനി നടക്കേണ്ടി വരുമായിരിക്കും. മലമണ്ടക്ക് നല്ലൊരു സ്പോട്ട് നോക്കി ശാന്തതയിൽ കിടന്നുറങ്ങാം ഗൈസ്. നോക്കിക്കോട്ടെ, 2 സുന്ദരിമാര് വേണ്ടോ ബാക്കിൽ കൂടി. അവിടെ ഒരു കപ്പലൊക്കെ കിടപ്പുണ്ട്.
ഇത് ബോട്ട് യാർഡാണ്ടോ, നിറച്ച് ബോട്ടുകൾ, സൂപ്പർ യാട്ടുകൾ. ഇവിടെ ഒരു ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ ആന ഹോട്ടൽ. ഇവിടെയൊക്കെ ഒരു നൈറ്റിനുണ്ടാവും ചിലപ്പോൾ 15,000-20,000 രൂപ. നമ്മുടെ നാട്ടിലെ താജ് മൂടില്ലേ മച്ചാനെ, അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. നടന്ന് പോവുകയാണ്. പുറത്തോട്ട് ഇങ്ങനെ ചാടി നിന്ന് എന്തായാലും കൊള്ളാം. എനിക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടം. താങ്ക് യു പ്രകൃതി. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ടേക്കിംഗ് കെയർ ഓഫ് മീ. കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് 2 ദിവസം കിടന്നുറങ്ങി. അതായത് കറക്റ്റ് പറഞ്ഞൊരു 24 മണിക്കൂർ മേലെ കിടന്നുറങ്ങിയിട്ട് സെറ്റായത് എഡിറ്റിംഗ് ഒക്കെ കുറേയൊക്കെ ചെയ്തിട്ട് പിന്നെ സറണ്ടർ സിറ്റീസ്. ഇനിയാണ് നമ്മുടെ യാത്രകൾ, ഇറ്റലിയിലെ യാത്രകൾ ശരിക്കും തുടങ്ങാൻ പോകണം. മാക്സിമം ട്രാവലിംഗ് മൂഡ് സറണ്ടർ സിറ്റി അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് പോകാൻ പോകുന്നത് ഗൈസ്. ഇനിയുള്ളത് ഇറ്റാലിയൻ സ്ഥലങ്ങളേക്ക് നിങ്ങളൊക്കെ അടിച്ചിരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ആൻഡ് സീ